മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഏകദേശം 25,700 ഓപ്പൺ ചെയ്ത് 25,500 ക്ലോസ് ആണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ആഴ്ച എസ്പെഷ്യലി കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബൈങ് ഉണ്ടായിരുന്നു. 4,500 കോടി രൂപയ്ക്ക് FIS കഴിഞ്ഞ വെള്ളിയാഴ്ച ബൈ നടത്തി. ഈ ആഴ്ച പൈൻ ലാബിൻ്റെ IPO ഓപ്പണാണ്. പേയ്മെൻറ്റ് സൊല്യൂഷൻ കമ്പനിയാണ് പൈൻ ലാബ്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US നിന്ന് സെനറ്റ് അവിടുത്തെ ഷട്ട് ഡൗൺ ഒഴിവാക്കാനായിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത് ഡീലായി. അതുകൊണ്ട് തന്നെ US ഗവൺമെൻറ് ഷട്ട് ഡൗൺ എന്നുള്ള ഒരു ഭീതി ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക്. US മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് ആയിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ പോസിറ്റീവാണ്. ഈവൻ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിനും $4,000 പോസിറ്റീവിലാണ്. ഡോയും 123 പോയിൻറ്റിൻ്റെ ഒരു പ്ലസ്സിലാണ് ഉള്ളത്. പൊതുവേ പോസിറ്റീവായ രീതിയിൽ ഇപ്പോൾ US നിന്നുള്ള ഒരു ഷട്ട് ഡൗൺ ന്യൂസ് കണ്ടു. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ച നമ്മുടെ ക്ലോസ് കാണാം. ഇപ്പോൾ നിഫ്റ്റി ഫ്ലാറ്റായ രീതിയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ വലിയ പ്രശ്നങ്ങളില്ലാതെ ആണ് ഈ ഒരു മാർക്കറ്റ് നമുക്ക് ഇന്ന് അറ്റ്ലീസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഒരാഴ്ച നമുക്ക് ബുധനാഴ്ച ഇന്ത്യയുടെയും വ്യാഴാഴ്ച ദിവസം USൻ്റെയും ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അത് നമ്മുടെ ഗ്ലോബൽ ടാബിലുണ്ട്. വിസ്മയ ട്രേഡിങ്ങിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഏകദേശം 80ഓളം കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഇന്നുള്ളത്. ഇതിൽ പെട്ടെന്ന് പറയാനാണെങ്കിൽ നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. ഏതർ എനർജിയുടെ റിസൾട്ട് ഉണ്ട്. അമൃതാഞ്ജൻ ഹെൽത്ത് കെയറിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് റിസൾട്ടിൻ്റെ ലിസ്റ്റും പിന്നെ അതുപോലെ നമ്മൾ ഇടുന്ന ഷോർട്സ് വീഡിയോസ് എല്ലാം തന്നെ കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലും നമ്മുടെ ഇൻസ്റ്റഗ്രാമും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. രണ്ടിൻ്റെയും ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഡിയയുടെയും വോഡാഫോൺ ഐഡിയയുടെ റിസൾട്ട് ഇന്നാണ് ഉള്ളത്. ഐഡിയയുടെ റിസൾട്ട് KEC ഇൻ്റർനാഷണൽ അങ്ങനെ കമ്പനീസിൻ്റെ ഒരുപാട് കമ്പനീസ് റിസൾട്ട് ഉണ്ട്. 80ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് നമുക്ക് വായിക്കാൻ റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. സെർച്ച് ചെയ്യേണ്ട. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ നമുക്ക് പോകാം. ബജാജ് ഓട്ടോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഇയർ ഓൺ ഇയർ ഉയർന്ന് 2,479 കോടി രൂപ. നാൽക്കോ നെറ്റ് പ്രോഫിറ്റ് 36% ഇയർ ഓൺ ഇയർ ഉയർന്ന് 1,430 കോടി രൂപ. ട്രെൻഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11% ഇയർ ഓൺ ഇയർ ഉയർന്ന് 373 കോടി രൂപ കരസ്ഥമാക്കി. കല്യാൺ ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 99% ഉയർന്നു 260 കോടി രൂപ കരസ്ഥമാക്കി 130 കോടി രൂപയിൽ നിന്ന്. നെയ്ക്ക കമ്പനി നെറ്റ് പ്രോഫിറ്റ് 34 കോടി രൂപ 10 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. നാഷണൽ അലൂമിനിയം കമ്പനി 1,046 കോടി രൂപയിൽ നിന്ന് 1,430 കോടി രൂപയിലേക്ക് ഉയർന്നു. ടൊറൻറ്റ് ഫാർമ 435 കോടി രൂപയിൽ നിന്ന് 590 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ADF ഫുഡ് കമ്പനി 19 കോടി രൂപയിൽ നിന്ന് 26 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. JSW സിമെൻറ്റ് കമ്പനി 86 കോടി രൂപയാണ് ഇത്തവണ പ്രോഫിറ്റ്. കഴിഞ്ഞ തവണ 64 കോടി രൂപ ലോസായിരുന്നു. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 51 കോടി രൂപയിൽ നിന്ന് 120 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. HPL എഞ്ചിനീയറിംഗ് കമ്പനി 87 കോടി രൂപയിൽ നിന്ന് 387 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമുക്ക് വൈകിട്ട് നമുക്ക് തീർച്ചയായിട്ടും പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം തരുന്നു. താങ്ക് യു ഓൾ.